ഹെൽത്ത് റിസർച്ച് സ്കോളറിലേക്ക് സ്വാഗതം. ഹെൽത്ത് സിസ്റ്റംസ് റിസർച്ച് എന്ന് പറയുന്ന വിശാലമായ മേഖലയെക്കുറിച്ചാണ് ഇത്തവണ സംസാരിക്കുന്നത്. ഹെൽത്ത് സിസ്റ്റംസ് റിസർച്ച് എന്ന് പറഞ്ഞാൽ ആരോഗ്യരക്ഷയെക്കുറിച്ചുള്ള റിസർച്ചാണ്. അതായത് നമ്മുടെ ഹെൽത്ത് സിസ്റ്റം എന്ന് പറയുമ്പോൾ ആരോഗ്യരക്ഷ കൊടുക്കുന്നതായിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെയും പ്രൈവറ്റിൻ്റെയും എല്ലാ സംവിധാനങ്ങളെയും എല്ലാം ഉൾപ്പെടുത്തുന്ന ഒരു വലിയ മേഖലയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഹെൽത്ത് സർവീസസ്, ഹെൽത്ത് സിസ്റ്റംസ് എന്നെല്ലാം അതിനെ വിളിക്കാറുണ്ട്. അതിനെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾ, അതെങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, അല്ലെങ്കിൽ ഇപ്പോൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതുകൊണ്ടുണ്ടാകുന്ന ഗുണവും ദോഷവും എന്നൊക്കെ പഠിക്കുന്നതിനെയാണ് ഹെൽത്ത് സിസ്റ്റംസ് റിസർച്ച് എന്ന് പറയുന്നത്. വലിയൊരു ഗവേഷണ മേഖലയാണ് ഹെൽത്ത് സിസ്റ്റംസ് റിസർച്ച്. അവിടെയും ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു സമീപനം മാത്രമല്ല സ്വീകരിക്കുന്നത്. സാമ്പത്തിക ശാസ്ത്ര സമീപനം, അതുപോലെ ആന്ത്രപ്പോളജിക്കൽ സമീപനം, മറ്റ് രീതിയിലുള്ള സാമൂഹ്യ സോഷ്യോളജിക്കൽ സമീപനം, അങ്ങനെ എല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ട് നിയമം, ഇതിനെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു റിസർച്ചാണ് ഹെൽത്ത് സിസ്റ്റംസ് റിസർച്ച്. പൊതുവേ പറഞ്ഞാൽ ആരോഗ്യരക്ഷയുടെ ഗുണനിലവാരം കൂട്ടുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. പൊതുവെ ആരോഗ്യരക്ഷ, അതായത് ആതുര സേവനം, നമ്മുടെ സമൂഹത്തിൽ ഉള്ള ആതുര സേവനത്തിന് പ്രധാനമായി 2 ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന് നീതിയാണ്. നീതി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അവകാശപ്പെട്ട രീതിയിലുള്ള മെഡിക്കൽ കെയർ കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. അത് ഉറപ്പുവരുത്തുന്നതിനെയാണ് നമ്മൾ നീതി അല്ലെങ്കിൽ ഇക്വിറ്റി എന്ന് പറയുന്നത്. നീതിയോടുകൂടിയുള്ള ഹെൽത്ത് സർവീസസ്. അതുപോലെ തന്നെ ക്ഷമത, എഫിഷ്യൻസി, അതായത് നമ്മൾ സർക്കാരും ജനങ്ങളും ചിലവാക്കുന്ന പൈസയ്ക്ക് അനുസരിച്ചുള്ള പ്രയോജനം കിട്ടുന്നുണ്ടോ, ഏറ്റവും എഫിഷ്യൻ്റായിട്ടുള്ള രീതിയിലാണോ ഇത് വിന്യസിക്കപ്പെടുന്നത്. ഈ 2 ചോദ്യങ്ങളാണ്. പിന്നെ അതുപോലെ സസ്റ്റൈനബിലിറ്റി, അത് നമുക്ക് ഈ ഒരു പ്രത്യേക പ്രവർത്തനം മുൻപോട്ട് കൊണ്ടുപോകാനുള്ള വിഭവങ്ങൾ നമ്മുടെ കയ്യിലുണ്ടോ, അത് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഭാവിയിൽ ഉണ്ടാകുമോ എന്നൊക്കെ പഠിക്കുന്നതിനാണ് സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത്. ഈ 3 കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഈ ഹെൽത്ത് സർവീസസ് അല്ലെങ്കിൽ ഹെൽത്ത് സിസ്റ്റംസ് റിസർച്ചിൽ. പലപ്പോഴും നമുക്കറിയാം ആരോഗ്യരക്ഷയുടെ വിന്യാസത്തിൽ അസന്തുലിതാവസ്ഥകളുണ്ട്. അതായത് ഇപ്പോൾ ഗ്രാമപ്രദേശത്തിലുള്ളവർ, ആദിവാസികൾ, വൃദ്ധജനങ്ങൾ, സ്ത്രീകൾ, വളരെ പാവപ്പെട്ട ആളുകൾ, ബിലോ പോവർട്ടി ലൈനായിട്ടുള്ള അങ്ങനെയുള്ള കുടുംബങ്ങൾ, അങ്ങനെ പലർക്കും ആവശ്യപ്പെട്ട അല്ലെങ്കിൽ അവർക്ക് അവകാശപ്പെട്ട സേവനങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ളതൊരു സത്യമാണ്. അതിന് പല കാരണങ്ങളുണ്ട്. അപ്പോൾ ആ കാരണങ്ങളെക്കുറിച്ച് പഠിക്കുകയും അത് എങ്ങനെ നമുക്ക് പരിഹരിക്കാം എന്ന് നിർദ്ദേശിക്കുകയും ചെയ്യുന്നതിനെയാണ് ഒരു പ്രധാനപ്പെട്ട ഹെൽത്ത് സിസ്റ്റംസ് റിസർച്ചിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അവരതാണ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതോടൊപ്പം തന്നെ എങ്ങനെ കൂടുതൽ വിഭവസമാഹരണം നടത്താം, കൂടുതലായിട്ടുള്ള വിഭവസമാഹരണം കൊണ്ട് എങ്ങനെ കൂടുതൽ പ്രയോജനപ്പെടുത്താം എന്നൊക്കെ പഠിക്കാനും ഇത് ഉപയോഗിക്കാൻ സാധിക്കും. പലപ്പോഴും നമുക്ക് ഈ വിഭവങ്ങൾക്കനുസരിച്ചുള്ള പ്രയോജനം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള കോസ്റ്റ് യൂട്ടിലിറ്റി അനാലിസിസ് പോലെയുള്ള സമീപനങ്ങളും സ്വീകരിക്കുന്നത്. ഇവ എല്ലാം തന്നെ ഹെൽത്ത് സിസ്റ്റംസ് റിസർച്ചിൽ ഉപയോഗിക്കപ്പെടാറുണ്ട്. പലപ്പോഴും ഈ ഇക്വിറ്റി, നീതിക്ക് വേണ്ടിയുള്ള ഒരു ശ്രമത്തിൽ ചിലപ്പോൾ ക്ഷമതയ്ക്ക് കുറവ് വരികയും, അല്ലെങ്കിൽ ക്ഷമതയ്ക്ക് വേണ്ടിയുള്ള ശ്രമത്തിൽ നീതിക്ക് നിരക്കാത്ത കാര്യങ്ങൾ നടക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇങ്ങനെ നമുക്ക് പറയുന്ന പോലെ ഇത് രണ്ടും തമ്മിലുള്ള ഒരു ട്രേഡ് ഓഫ് ഉണ്ട്. അതും ഈ പഠന മേഖലയുടെ ഒരു വിഷയമായിട്ട് വരാറുണ്ട് ഹെൽത്ത് സിസ്റ്റംസ് റിസർച്ചിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ഇതെല്ലാം പരിഹരിക്കണമെങ്കിൽ കൂടുതൽ ഹെൽത്ത് സിസ്റ്റംസ് റിസർച്ച് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. മറ്റ് പല സാമ്പത്തികമായി ഉന്നത നിലയിൽ നിൽക്കുന്ന ഡെവലപ്ഡ് രാജ്യങ്ങളിലെല്ലാം ഹെൽത്ത് സിസ്റ്റംസ് റിസർച്ച് ഒരു പ്രധാന പഠന മേഖലയാണ്. നമ്മൾ ആ രീതിയിലേക്ക് എത്തിയിട്ടില്ല, പക്ഷേ കൂടുതൽ അങ്ങോട്ട് എത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിലേക്കുള്ള ശ്രമത്തിലാണ് നമ്മുടെ പല സ്ഥാപനങ്ങളും. അതാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. നന്ദി.